ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്നത്തെ കുർബാനയ്ക്കും അസംബ്ലിക്കും നേതൃത്വം കൊടുക്കുന്നത് +1 ക്ലാസ് ആണ്. ഇന്നത്തെ ആക്ടിവിറ്റിയുടെ ഭാഗമായി 2024-25 വർഷത്തെ ലോഗോയും അതിലെ പ്രതീകങ്ങളും ഞങ്ങളിന്ന് പരിചയപ്പെടുത്തുന്നു. പ്രാർത്ഥനയിൽ വളരാം എന്ന ആപ്തവാക്യവുമായി 2024-25 വിശ്വാസ പരിശീലന വർഷം ആരംഭിക്കുമ്പോൾ പ്രകാശരശ്മികൾ. പ്രാർത്ഥനയിലൂടെ ലഭിക്കുന്ന ജീവന്റെ സമൃദ്ധിയാണത്. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ജ്വലിക്കുന്നവരായി മാറുവാൻ പ്രാർത്ഥന നമ്മെ സഹായിക്കുമെന്ന സന്ദേശവും നൽകുന്നു. ഗോതമ്പ് കതിരും മുന്തിരിയും തിരുശരീരവും തിരുരക്തവും, ഇവ നാലും പ്രാർത്ഥനകളിലെ ഏറ്റവും വലിയ പ്രാർത്ഥനയായ വിശുദ്ധ കുർബാനയെ സൂചിപ്പിക്കുന്നു. ജീവിതത്തിലെ സന്തോഷ സന്താപങ്ങളാകുന്ന ഗോതമ്പ് കതിരുകളും മുന്തിരിയും വിശ്വാസത്തോടെ ഈശോയുടെ കുരിശിലെ ബലിയോട് അനുദിനം ചേർത്ത് വയ്ക്കുമ്പോൾ തിരുശരീരവും തിരുരക്തവുമായി മാറുന്നു. വിരിച്ചുപിടിച്ച കൈകൾ. ദൈവസന്നിധിയിൽ പ്രാർത്ഥനയിലൂടെ എൻ്റെ കൈകൾ മറ്റുള്ളവർക്ക് വേണ്ടി നിരന്തരം ഉയർന്നു നിൽക്കുമ്പോഴാണ് എനിക്ക് ദൈവത്തെയും സഹോദരങ്ങളെയും സ്വന്തമാക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് സൂചിപ്പിക്കുന്നു. നാലാമതായി, ആൾരൂപങ്ങൾ. പരസ്പരം ചേർന്ന് നിൽക്കുന്ന വ്യത്യസ്ത നിറത്തിലുള്ള ആളുകൾ ലോകത്തിലെ 4 ദിക്കുകളിലുമുള്ള മനുഷ്യവംശത്തിൻ്റെ ഐക്യത്തെയും സാഹോദര്യത്തെയും സൂചിപ്പിക്കുന്നു. അഞ്ചാമതായി, വിശുദ്ധ കുരിശ്. മുന്നിൽ നിൽക്കുന്ന ആൾരൂപം കുരിശിനെ ആശ്ലേഷിക്കുന്നത് വിശ്വാസത്തെ മാത്രമല്ല പ്രത്യാശയും ചൂണ്ടിക്കാണിക്കുന്നു. ആൾരൂപങ്ങളിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന കുരിശ് മനുഷ്യകുലത്തിന്റെ സംരക്ഷണം ഓർമ്മപ്പെടുത്തുന്നു. ആറാമതായി, നങ്കൂരം. വിശുദ്ധ കുരിശിനോട് ചേർന്ന് താഴെ കാണുന്ന നങ്കൂരം പ്രതികൂല സാഹചര്യങ്ങളാകുന്ന തിരമാലകളിൽ മനുഷ്യ ജീവിതത്തെ ഉറപ്പിച്ചു നിർത്തുന്ന ദൈവത്തിലുള്ള പ്രത്യാശയുടെ അടയാളമാകുന്നു. ഏഴാമതായി, വിശുദ്ധ ഗ്രന്ഥം. വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ ദൈവം മനുഷ്യരോട് സംസാരിക്കുന്നു. വിശ്വസിക്കുന്ന ഏതൊരാൾക്കും ദൈവവചനം പാദങ്ങൾക്ക് വിളക്കും വഴികളിൽ പ്രകാശവുമാണ്. എട്ടാമതായി, തിരമാലകൾ. ആൾരൂപങ്ങളിലൂടെ താഴെയുള്ള തിരമാലകൾ മനുഷ്യ ജീവിതത്തിന്റെ പ്രതികൂല സാഹചര്യങ്ങളെ സൂചിപ്പിക്കുന്നു. നമ്മുടെ ലോകം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ഭൂതകാലം ദൈവത്തിന്റെ കരുണയ്ക്ക് വിട്ടുകൊടുക്കാം. നമ്മുടെ ഭാവി കാലത്തെ ദൈവത്തിന്റെ കരുതലിന് ഭരമേൽപ്പിക്കാം. നമ്മുടെ കയ്യിലുള്ളത് വർത്തമാനകാലം മാത്രമാണ്. നമ്മുടെ ഈ വർത്തമാനകാലത്തിലെ ഓരോ നിമിഷവും പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് ദൈവേഷ്ടപ്രകാരം പ്രാർത്ഥനയിൽ വളരാനും ജീവിക്കാനും പരിശ്രമിക്കാം. എന്നെ സംബന്ധിച്ചിടത്തോളം ഹൃദയത്തിൻ്റെ അലയടിയാണ് പ്രാർത്ഥന. സ്വർഗത്തിലേക്കുള്ള ലളിതമായൊരു നോട്ടം. പരീക്ഷണത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഇടയിൽ നന്ദിയുടെയും സ്നേഹത്തിൻ്റെയും നിലവിളിയാണത്. വിശുദ്ധ കൊച്ചു ത്രേസ്യയ്ക്ക് പ്രാർത്ഥനയോടുള്ള ഈ മനോഭാവം നമ്മെയും പ്രാർത്ഥനയിൽ വളരാൻ സഹായിക്കട്ടെ.